കുട്ടനാടിന്റെ തനത് രുചിയിലുള്ള ഒരു ബിരിയാണിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ 1 കിലോ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി ഈ ചിക്കനകത്തേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്ത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് അല്പം ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഈ ചിക്കനും ആ ഒരു മസാലപ്പൊടി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുക. ചിക്കന്റെ പുറത്ത് മസാലപ്പൊടിയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 3 മണിക്കൂർ സമയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിലും ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇപ്പൊ ഞാനിത് ഒരു 3 മണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഇതിലേക്ക് വെച്ചു കൊടുക്കുക സ്റ്റൗവിലേക്ക്. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കാഷ്യൂ നട്ട് ഒരു 50 ഗ്രാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു നേരിയ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കാരണം കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വന്നതിന് ശേഷം വേണം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും ശരിയായ രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയ്ക്കകത്തേക്ക് സവോള വളരെ നേരി കനം കുറച്ച രീതിയിൽ അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്ത് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു നേരിയ ബ്രൗൺ കളർ വരുന്നത് വരെ മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അധികം ഫ്രൈ ആകാതെ തന്നെ വേണം നമുക്കിതൊന്ന് കോരി മാറ്റേണ്ടത്. ഇപ്പോൾ ആ ഒരു കറക്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു സവോള ഫ്രൈ ആയതിന്റെ ഒരു കോരിയത് എന്ന് പറയുന്നത് ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലുകളോ അല്ലെങ്കിൽ കളറുകളോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കുട്ടനാടൻ ബിരിയാണി ഞാൻ തയ്യാറാക്കുന്നത്. സവോളയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ബാക്കി വന്ന എണ്ണയ്ക്കകത്ത് ഇനിയും ചിക്കനാണ് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു 3 മണിക്കൂറിന് മുൻപ് മാറ്റി വെച്ച്, അതായത് മസാല എല്ലാം ചേർത്ത് മാറ്റി വെച്ച ചിക്കൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചിക്കൻ ഇനിയും ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 85% മാത്രം ഫ്രൈ ആക്കി എടുത്താൽ മതി. ബാക്കി വരുന്ന 15% ഫ്രൈ ആകുന്നത് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന കറിക്കകത്ത് കിടന്നാണ് ഈ ഒരു ചിക്കന്റെ ബാക്കി നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ചിക്കനെല്ലാം എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു ചട്ടതും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു സൈഡെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇതേ രീതിയിൽ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇനിയും കോരി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരുവിധ കെമിക്കലോ അതുപോലെ തന്നെ കളറുകളോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ബിരിയാണി നമ്മൾ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ വിശ്വസനീയമായി തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കിയാൽ കഴിക്കാവുന്നതാണ്. കടകളിൽ നിന്ന് മേടിക്കുന്ന, അതായത് അതിൽ മണം കൊണ്ടുവരാനും രുചി കൊണ്ടുവരാനും ഒരുപാട് കെമിക്കൽസ് ഒക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കുക. ഇനി ഇതുപോലെ സ്റ്റൗവിൻ്റെ മുകളിലൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിനകത്തേക്ക് കടാ മസാല, അതായത് ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, കച്ചോലം, ഭക്ഷണയില ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവോള വളരെ നേരി കനം കുറഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആ ഒരു
മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞപ്പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇവയുടെ എല്ലാം ഒരു പച്ച ചുവയൊന്ന് മാറുന്നത് വരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ പച്ച ചുവയെല്ലാം ഇതിന്റെ മാറി കിട്ടുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ആ ഒരു പച്ച ചുവയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനിയും തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു തക്കാളി എല്ലാം വെന്തൊന്ന് ഉടഞ്ഞ് ആ ഒരു മസാലയായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം വേണം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൈനാപ്പിൾ വളരെ ചെറിയ കനം കുറഞ്ഞരിഞ്ഞത് ഏകദേശം ഒരു 1/2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലോടൊപ്പം തന്നെ പുതിനാരയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇന്നിവിടെ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളത് ചേർത്ത് കൊടുത്ത് വേണം ബിരിയാണി തയ്യാറാക്കേണ്ടത്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗുണപരമായിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് ഇത്. സാധാരണ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് മസാലകൾ ചേർത്ത് കൊടുക്കും. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു മസാലകളും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ വളരെ രുചികരമായതും വളരെയേറെ നല്ല മണമുള്ളതുമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ ഒരു കുട്ടനാടൻ ബിരിയാണി. ഇനി ഈ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ആ ചിക്കൻ കഷ്ണങ്ങളുടെ പുറത്തെല്ലാം ആ ഒരു മസാലയെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. പക്ഷേ ഇതൊരു ചിക്കൻ ഫ്രൈ ആക്കി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ അല്പം കൂടെ രുചികരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം ഒന്ന് ഇളക്കി ആ ഒരു മസാലയെല്ലാം ആ ഒരു ചിക്കന് മുകളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നാരങ്ങ നീരാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. സ്വല്പം നാരങ്ങ നീര് ഇപ്പൊ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒട്ടും തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഏകദേശം ഒരു 1/4 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാല് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് പാലും ആ ഒരു ചിക്കൻ കഷ്ണവും മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ മൂന്നും അരച്ചത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നേരത്തെയാണ് സാധാരണ ബിരിയാണി തയ്യാറാക്കുമ്പം എല്ലാവരും ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഒടുവിലാണ് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുന്നത്. കാരണം ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ഈ ഒരു മസാലയുടെ ആ ഒരു സ്മെല്ലും രുചിയും എല്ലാം നമ്മുടെ ബിരിയാണി ചോറിനകത്തുനിന്ന് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഒടുവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്ന് കരുതി യാതൊരുവിധ പച്ചച്ചുവയും ഉണ്ടാകുന്നതുമല്ല. ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിളിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് അല്പം ചേർത്ത് കൊടുക്കുക. അല്പം മല്ലിയിലയുടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഇനി അധികം സ്റ്റൗവിൽ വെച്ച് ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഇനിയും കൂടുതൽ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണ യാതൊരുവിധ കെമിക്കലോ കളറോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ബിരിയാണി കാണാനൊരു സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും വളരെ രുചികരമായിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഇതൊന്ന് മാറ്റി വെക്കുക. പിന്നീട് സ്റ്റൗവിന്റെ മുകളിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് അല്പം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് കടാ മസാല, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, കറുകപ്പട്ട, ഭഷ്ണയില ഇവയെല്ലാം കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു നേരിയ മൂപ്പായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു 1/4 കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൈനാപ്പിൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പം ഇതിനകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഒരു സ്വല്പം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. സവോളയും കൂടെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
1-2 മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ബിരിയാണി അരി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ബിരിയാണി അരി നിങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറിന് മുന്നേ തന്നെ ഇത് നല്ലപോലെ കഴുകി ഒന്ന് കുതിർത്ത് വെച്ച് വേണം ഈ അരി ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന അരി അന്നേരം തന്നെ കഴുകി ഇട്ട് കൊടുക്കരുത്. അത് കുറച്ച് നേരം ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് കുതിർത്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അരിയും കൂടെ ഈ ഒരു മസാലക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു നേരിയ ബ്രൗൺ കളർ വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അരിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരും. അരിയെല്ലാം ഒന്ന് നേരിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു അരമുറി നാരങ്ങാനീരും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ചോറ് പരസ്പരം ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങാനീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് ശരിയായ അളവിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണം നമുക്കിതൊരു മൂടി വെച്ചൊന്ന് അടച്ച് ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇതുപോലെ ഒരു മൂടി വെച്ച് ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. അരിയെല്ലാം ഒരു 85% വരെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പൊ അരി എപ്പോഴും നമ്മൾ ഒരു 85% മാത്രം വേവിക്കുക. കാരണം ബാക്കി ദമ്മിടുമ്പോൾ ആ ഒരു ദമ്മിനകത്ത് കിടന്നാണ് ഇതൊന്ന് പൂർണ്ണമായിട്ടും വെന്ത് വരേണ്ടത്. ഇനി ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അത് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് നിരത്തി കൊടുക്കുക. ചിക്കൻ നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ ഡ്രൈ ആയിട്ട് വേണം തയ്യാറാക്കേണ്ടത്. ഇതിനകത്ത് അധികം ചാറൊന്നും കാണാൻ പാടില്ല. ചിക്കൻ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് നിരത്തി കൊടുക്കുക. ആ പാത്രത്തിനകത്തെല്ലാം ചിക്കൻ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നിരത്തി കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, അതുപോലെ തന്നെ സവോള ഫ്രൈ ചെയ്തത്, പിന്നെ ഉണക്കമുന്തിരി, ഇതും കൂടെ ആ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനുശേഷമാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒരു ചോറ്, അതായത് ബിരിയാണിയുടെ അരി വേവിച്ച ചോറ് ഒന്ന് നിരത്തി കൊടുക്കുക. ഇത് വലിയ കട്ടിയായിട്ടൊന്നും നമ്മൾ പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കരുത്. വളരെ ലൈറ്റായിട്ട് വേണം ഇതിട്ട് ഒന്ന് നിരത്തി കൊടുക്കേണ്ടത്. ഇപ്പം ഇതെല്ലാം ഞാൻ നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാവൽ, അതായത് ഈ അരി വേവിക്കുമ്പം ഒരു 85% മാത്രമേ വേവിക്കാവൂ. ഇത് ഫുള്ളായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദം ഇട്ട് കഴിയുമ്പോൾ ഇത് കൂടുതൽ നമ്മുടെ ചോറ് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. ചോറെല്ലാം നമ്മൾ ഈ ഒരു പാത്രത്തിൽ എല്ലാം മുഴുവൻ ചോറും നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നെയ്യാണ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യാനുസരണമുള്ള നെയ്യ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, കുറവ് മതിയെങ്കിൽ കുറവ് ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും നെയ്യ് അല്പം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോള, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ഇവയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചത് നമുക്ക് ഈ ഒരു ചോറിന്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ കൂടി നമുക്ക് ഈ ഒരു ചോറിന്റെ മുകളിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. പിന്നീട് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില, അതും കൂടെ നമുക്ക് ഈ ചോറിന്റെ മുകളിലേക്കൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതൊരു മൂടി വെച്ച് അടച്ച് ഏകദേശം 10 മിനിറ്റ് മുതൽ ഒരു 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അതായത് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 35 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മൂടി ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പം നമ്മുടെ ഒരു ബിരിയാണിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ബിരിയാണി ഇട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ബിരിയാണി ഒന്ന് ഇട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ യാതൊരുവിധ കെമിക്കലും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കളർ ചേർത്തിട്ടില്ല, എസൻസ് ചേർത്തിട്ടില്ല. തനി നാടൻ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്.